എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജൂൺ മാസം ഇന്നത്തോടെ അവസാനിക്കുന്നു. എത്ര നല്ലൊരു മാസമാണ് ദൈവം നമുക്ക് തന്നത്. ദൈവം എത്ര വിശ്വസ്തനാണ്. എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കാത്തു, എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായി. എന്നാൽ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ നമ്മുടെ കൂടെയുള്ളവൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിനായിട്ട് എത്ര പേർ നന്ദി പറയും. ദൈവം വിശ്വസ്തൻ. ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിനത്തിൽ നമ്മളെ കൊണ്ടുവന്നത് പുതിയ മാസത്തിലേക്ക് ചുവട് വെക്കാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും നല്ല മാസങ്ങൾ വരുന്നേ ഉള്ളൂ, ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ വരുന്നേ ഉള്ളൂ. ആ ഒരു ചിന്തകളിൽ നമുക്ക് തുടരാം. വലിയ കാര്യങ്ങളെ നമുക്ക് കെട്ടിപ്പണിയാം, പ്രാപിച്ചെടുക്കാം. ഓരോ പ്രശ്നങ്ങളും അവസരങ്ങളായിട്ട് നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അവസരങ്ങളാക്കുക. ഉദാഹരണത്തിന് ദാവീദ് ഏലാം താഴ്വരയിൽ ചെന്നു. സഹോദരന്മാരുടെ വിശേഷം അറിയാൻ പോയതാണ്. അപ്പൻ കൊടുത്തുവിട്ട കാര്യം സഹോദരന്മാർക്ക്, പട്ടാളക്കാരായ സഹോദരന്മാർക്ക് കൊടുക്കണം. അവനോട് ചെന്നപ്പോഴാണ് വലിയൊരു പ്രശ്നത്തിന് നടുക്കുവാണ് ചെന്ന് പെട്ടത്. ആ പ്രശ്നം ഇവനും പ്രശ്നമായി. ചേട്ടന്മാര്, നീ പട കാണാനാ വന്നത്, നിന്നെ എനിക്കറിയാം, കുറച്ച് ആടുള്ളതിനെ എവിടെ ഇട്ടേച്ചാ വന്നിരിക്കുന്നേ. ആകെ പ്രശ്നം. ഗോലിയാത്തിന് മാത്രമല്ല പ്രശ്നം, ദാവീദിനും പ്രശ്നമായി. ദാവീദിന് പ്രശ്നം വന്നപ്പോൾ ദാവീദ് അതിനെ ന്യായീകരിച്ച് പിന്മാറുകയല്ല, പകരം ഇവിടെയുള്ള പ്രശ്നം അവൻ്റെ പ്രശ്നമായിട്ട് അവൻ എടുത്തു. അതൊരു ജയത്തിൻ്റെ അവസരമായിട്ട് അവൻ അതിനെ അങ്ങോട്ട് എടുത്തു. 40 ദിവസമായിട്ട് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിൻ്റെ മുൻപിൽ നിന്ന് രാജ്യത്തിലെ രാജാവും പ്രജകളും സൈന്യവും ഓടിമാറുമ്പോൾ ഇതാ മുന്നേറുവാനും ജയിക്കുവാനും മറുപടികൾ കാണാനുമുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് ദാവീദ് അതിനെ കാണുന്നത്. എല്ലാവരും ഓടി മറയുന്ന പരാജയ സാഹചര്യങ്ങളെ വിജയ സാഹചര്യമാക്കി, മാന്യതയുടെ കിരീട സാധ്യതയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മനോഭാവത്തെ വളർത്തിയെടുക്കുവാൻ കർത്താവിൻ്റെ ബലം നമ്മോടുകൂടി ഇരിക്കട്ടെ. ഇതാ ദാവീദിന് ഈ ഒരു യുദ്ധത്തിലൂടെ വലിയ അംഗീകാരം കിട്ടുകയാണ്. ദാവീദ് ഒരു സേനാ നായകനാകുകയാണ്. ഒരു സേനാ നായകൻ ദാവീദ് അന്നു മുതൽ അവൻ്റെ ഔദ്യോഗികമായ പദവി മാറി. ആടിനെ തീറ്റിയിരുന്നവൻ ആദ്യമായിട്ട് ഒരു സൈന്യത്തിലെ ഒരംഗമായിട്ടല്ല, അവൻ്റെ ചേട്ടന്മാരെല്ലാം സൈന്യത്തിലെ ഒരംഗം മാത്രം, വെറും പട്ടാളക്കാരാണ്. എന്നാൽ ചേട്ടന്മാരുടെ മുകളിൽ ഉള്ളൊരു പൊസിഷൻ. സൈന്യത്തിൽ പരിശീലനമില്ല, പടച്ചട്ട ഇട്ടിട്ട് ഒക്കുന്നില്ല, പടച്ചട്ട ഇടാനുള്ള പ്രായമായിട്ടില്ല, എന്നിട്ടും സേനാനായകനായി മാറി. ഇപ്പോൾ ദാവീദിനെ കാണുമ്പോൾ സെലൂട്ടടിക്കാതെ ചേട്ടന്മാർക്ക് തരമില്ല. അതാണ് കർത്താവ്. ഓരോ പ്രശ്നങ്ങളും അവസരങ്ങളാക്കി മാറ്റുക. അത് നിന്നെ മുൻനിരയിൽ കൊണ്ടുവരും. ഈ ദൂതുകളെ പ്രാപിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് പ്രാപ്തി തരട്ടെ. റോമലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുകയാണ്. ദൈവപുത്രന്മാരുടെ വിശ്വാസത്തെ കാത്തിരിക്കുന്നതെന്നല്ല, വെളിപ്പാട്. ദൈവപുത്രന്മാർക്ക് വെളിപ്പാട് വേണം. സൃഷ്ടികൾ നോക്കുന്നത് അതാണ്. എന്താണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്? ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ പഴയതല്ല, എനിക്കിനി പഴകാൻ കഴിയില്ല. എന്താണ് സൃഷ്ടികൾ അത് കാത്തിരിക്കാൻ കാരണം? താഴത്തെ വാക്യം, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന് ഉള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. എല്ലാ സൃഷ്ടികൾക്കും അറിയാം
ഞങ്ങളിപ്പോൾ ദ്രവത്വത്തിലാണ്. ഇരുമ്പ് പറയുന്നു എനിക്ക് തുരുമ്പ് പിടിക്കുന്നു. എല്ലാ സൃഷ്ടികൾക്കും ഒരു പഴക്കം വരുന്നു. ഒരു ചെരുപ്പിട്ടാൽ അത് തേഞ്ഞു പോകുന്നു. ഒരു വസ്ത്രം ധരിച്ചാൽ അത് പഴകിപ്പോകുന്നു. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. എല്ലാറ്റിനും ഒരു പുതുക്കമുണ്ടായി. മനുഷ്യന്റെ പാപം നിമിത്തം പഴക്കങ്ങൾ കടന്നു വന്നു. ഒന്നും പഴകുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ളതല്ല. എന്നാൽ പാപം ദ്രവത്വം കൊണ്ടുവന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. ഒരു മനുഷ്യൻ മരിച്ച് ചില ദിവസങ്ങൾക്കുള്ളിൽ മാംസം ദ്രവിക്കുന്നു, അസ്ഥികൾ ദ്രവിക്കുന്നു, ഒടുവിൽ ചില നാളുകൾക്കുള്ളിൽ മൊത്തമായി മണ്ണിലേക്ക് ചേരുന്നു. ദ്രവത്വം എന്നുള്ളത് നമുക്കുള്ളതല്ല. അതിന് തെളിവാണ് യേശു. നിന്റെ പരിശുദ്ധൻ ദ്രവത്വം കാണുകയില്ല. യേശു ക്രൂശിൽ മരിച്ചു. യേശുവിനെ ജോസഫിന്റെ കല്ലറയിൽ വെച്ചു. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ ദ്രവത്വം കണ്ടില്ല. ദ്രവത്വം നമുക്കുള്ളതല്ല. ഒരു ദൈവ പൈതലിന് ദ്രവത്വമില്ലെന്ന് മറ്റൊരു തെളിവ് ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. നമ്മുടെ പിതാക്കന്മാർ 40ഓളം വർഷം മരുഭൂമിയിലൂടെ മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ കടന്ന് യാത്ര ചെയ്തില്ലേ? ഈ 40 വർഷം തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പിറുപിറുത്തത് കൊണ്ട് ശിക്ഷയായിട്ട് നീണ്ട വർഷം 40 വർഷം യാത്ര ചെയ്യേണ്ടി വന്നു. എങ്കിലും ദൈവ തേജസ്സിൻ്റെ കീഴെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവർ ആയിരുന്നത് കൊണ്ട് അവരിൽ ഒരു ബലഹീനനില്ലായിരുന്നു. 1. 2, അവരുടെ വസ്ത്രം പഴകുന്നില്ല. 3, അവരുടെ ചെരുപ്പ് തേയുന്നില്ല. വസ്ത്രം പഴകുന്നില്ല, ചെരുപ്പ് തേയുന്നില്ല, ഒരു ബലഹീനനുമില്ല. ദൈവ തേജസ്സിൻ്റെ കീഴെ, ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ ഷെക്കൈനയുടെ കീഴെ ഒന്നും പഴകാൻ പാടില്ല. നമ്മുടെ ഭക്ഷണം പഴകാതിരിപ്പാൻ നമ്മൾ ഫ്രിഡ്ജിൽ, പ്രത്യേകിച്ച് ഫ്രീസറിനകത്ത് വയ്ക്കും, പഴകാതിരിക്കാൻ. ആ പ്രത്യേകമായ താപത്തിൽ അല്ലെങ്കിൽ ആ ഊഷ്മാവിനകത്ത് -ഡിഗ്രിയിൽ നമ്മുടെ ചോറ്, കറികൾ കേടില്ലാതെ ഇരിക്കുന്നു. എങ്കിൽ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അതിൻ്റെ എത്രയോ മടങ്ങ് നടക്കണം. ദൈവത്തിൻ്റെ ഗ്ലോറിക്കകത്ത്, ഷെക്കൈനയ്ക്കകത്ത് ജീവിച്ചിരുന്നവരിൽ ആരും ബലഹീനൻ ഇല്ലായിരുന്നു. എല്ലാവരും യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്ന് വായിക്കുന്നു. സീഹോൻ, ഓഗ് പോലെയുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ചു. അവരെക്കുറിച്ച് ബിലെയാം പ്രവചിച്ചു, കാട്ടുപോത്തിൻ്റെ ബലം അവർക്കുണ്ട്, രാജാവ് അവരുടെ നടുവിലുള്ളത് കൊണ്ട്. അതായത് ഗ്ലോറിയിൽ അവർ മുങ്ങി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പഴക്കം വരാൻ കഴിയില്ല. ഇത് തന്നെയാണ് സൃഷ്ടി പറയുന്നത്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ 20-ാമത്തെ വാക്യം, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മരവും നമ്മുടെ വീട്ടിലെ പട്ടിയും നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളും, പശു, ആട്, കോഴി, നമ്മെ കാണുന്ന കാക്ക, കുയില്, ഇവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വെളിപ്പാട് ആണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്താണ്? മരണത്തിനപ്പുറമുള്ള നിങ്ങളുടെ ദ്രവത്വമില്ലാത്ത ജീവിതം, മരണത്തിനപ്പുറമുള്ള ദ്രവിച്ചു പോകാത്ത ഒരു നിത്യമായ ജീവിതം. അതവർ കാത്തിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ യേശുവിൻ്റെ 2-ാമത്തെ വരവും 1000 ആണ്ടുള്ള വാഴ്ചയും സൃഷ്ടികൾ കാത്തിരിക്കുകയാണ്. ഇന്നുള്ള തെങ്ങും ഇന്നുള്ള മാവും പ്ലാവും എല്ലാം കർത്താവിൻ്റെ വരവിൽ കാണും. 1000 ആണ്ട് ഇവിടുത്തെ വാഴ്ചയിൽ ഈ മാവും പ്ലാവും എല്ലാം ഉണ്ടാകും.
കാരണം അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് അന്തിക്രിസ്തു ഭരണം തുടങ്ങുമ്പോൾ ഈ മരങ്ങളൊന്നും വെട്ടിക്കളയില്ല. അവർക്ക് ശ്വസിക്കണ്ടേ? അന്ന് ജീവിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ കൂടെയുള്ള മനുഷ്യർക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണമെങ്കിൽ മരങ്ങൾ വേണ്ടേ? സൃഷ്ടികൾ ഇവിടെയുണ്ട്, പ്രകൃതി ഇവിടെയുണ്ട്, അവർക്ക് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മരങ്ങളെല്ലാം അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയിലും യേശുവിൻ്റെ ഭരണകാലത്ത് നമ്മുടെ തേജസ് അവർ കാണും. അത് കാണും വരെ അവർ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. യൂദയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ 1000 വിശുദ്ധന്മാരുടെ കൂടെ മധ്യാകാശത്തിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് പുതിയ ശരീരത്തോടെ നിത്യതയിൽ അല്ലെങ്കിൽ മധ്യാകാശത്തിൽ നിന്ന് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴാൻ, യേശുവിൻ്റെ കൂടെ വാഴാൻ വരുന്ന നമ്മുടെ തേജസ് അവർ കാണും. ഒന്നുകൂടി വായിക്കാം. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. അവർക്ക് പോലും അറിയാം കർത്താവ് വരും, നമ്മളിവിടെ നിന്ന് രൂപാന്തരപ്പെടും, നമ്മൾ തേജസ് പ്രാപിക്കും, 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. നമ്മളിവിടെ വാഴുമ്പോൾ അതേ തെങ്ങും മാവും പ്ലാവും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും നമ്മെ തേജസ്സോടെ കാണും. കാരണം ഈ പ്രകൃതി ആദാമിനെ തേജസ്സോടെ കണ്ടതാണ്. അതുകൊണ്ട് ഒടുക്കത്തെ ആദാം നിമിത്തം വന്ന തേജസ്സിനെ നമ്മിൽ ഈ സൃഷ്ടികൾ കാണും. എത്ര പേർക്ക് ഈ വെളിപ്പാടിനെ സാക്ഷാൽ ദൈവിക വെളിപ്പാടായി കിട്ടിയെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ ഇന്നത്തെ ദൈവവചന പഠനം 1-2 ആവർത്തി ഒന്ന് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ വളരെ ലളിതമായി മനസ്സിലാകുക. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു കർത്താവിൻ്റെ വരവിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് യേശുവിൻ്റെ കൂടെ 1000 ആണ്ട് വാഴുമ്പോൾ ഇന്നുള്ള വൃക്ഷങ്ങൾ നമ്മുടെ തേജസ് കാണും, നമ്മുടെ കൃപകൾ കാണും, നമ്മുടെ പുതിയ നിത്യമായ ജീവിതം കാണും. ദ്രവിച്ചു പോകാത്ത ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ കാണും. മായയ്ക്ക് കീഴടങ്ങിയിരിക്കുന്ന ഈ സൃഷ്ടികൾ അന്ന് മായയുടെ കീഴെയല്ല, യാഥാർത്ഥ്യത്തിൻ്റെ കീഴെയായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ എപ്പിസോഡ് മുഴുവനും പല ആവർത്തി നിങ്ങൾ കേട്ട് ഇതിൻ്റെ സംശയ നിവാരണം വരുത്തണം. ഈ പ്രകൃതി നമ്മുടെ മഹത്വം കാണും, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കാണും, ദൈവമക്കളുടെ തേജസ് കാണും. നമ്മൾ നട്ടു വളർത്തിയ മാവും പ്ലാവും അവരെല്ലാം കാണും. അപ്പോൾ ഒത്തിരി പേര് കാണും. അന്ന് കാണാൻ പല മനുഷ്യരും ഉണ്ടാകില്ല, പക്ഷെ സൃഷ്ടി കാണും. നമ്മൾ ചവിട്ടുന്ന ഭൂമി കാണും, നമുക്ക് മീതെയുള്ള ആകാശം കാണും. അതുകൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, യേശുവിനെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെ സ്നാനപ്പെടുത്തുമ്പോൾ വിശ്വസിക്കുന്നു എന്ന വാക്ക് നിമിത്തം ദൈവസഭയും ദൈവദൂതന്മാരും സാക്ഷി നിർത്തി ഈ ആകാശത്തിൻ്റെ കീഴെ, തുറന്നാകാശത്തിൻ്റെ കീഴെ ഞാനിവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. എന്തിനങ്ങനെ പറയുന്നത്? തുറന്ന ആകാശം ഒന്നുണ്ട്, സമുദ്രം അതിനുണ്ട്. അതുകൊണ്ടാണ് സമുദ്രം തന്നിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നൊക്കെ വായിക്കുന്നു. ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയമുണ്ട്. ഈ പ്രകൃതി സാക്ഷ്യം കാണുന്ന പറയുന്ന സമയമുണ്ട്. ഈ പ്രകൃതി പോലും നമ്മുടെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രകൃതി പോലും നമ്മുടെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്നെങ്കിൽ നമ്മൾ എത്രയധികം നമ്മുടെ പുതിയ ജീവിതത്തെ കാത്തിരിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. പ്രകൃതിക്ക് പോലും, നമ്മുടെ വീട്ടുമുറ്റത്തെ തെങ്ങിന് പോലും, നമ്മുടെ വീട്ടുമുറ്റത്ത് കായ്ക്കാത്ത മാവിന് പോലും നമ്മുടെ ഭാവിയെ അറിയാം. ഈ സത്യമാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് ഓരോ വൃക്ഷങ്ങളെ കാണുമ്പോൾ ഒന്ന് സെല്യൂട്ട് അടിച്ചേക്ക്,
അവരൊക്കെ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മുടെ തേജസ് കാണാനുള്ളവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കാർഷിക നിലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന വാർത്തയാണ് നമുക്ക് വൃക്ഷങ്ങളോടും സസ്യങ്ങളോടും സംസാരിക്കാൻ കഴിയുമെന്ന്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടിയോട് സംസാരിക്കണം, ചെടിയെ അഭിനന്ദിക്കണം, പൂക്കൾ തരുമെന്ന് ചെടിയോട് സംസാരിക്കാൻ പറയും. പ്രകൃതിയോട് സംസാരിക്കണം. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിനോട് അടുത്ത വർഷം മര്യാദക്ക് കായ്ച്ചോളണം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഒരു കായ്ക്കുമെന്ന്. അതുകൊണ്ടാണ് യേശു അത്തിയോട് പറഞ്ഞത്, ഇനി ഒരു നാളും നിന്നിൽ ഫലമില്ലാതെ പോകട്ടെ. സംസാരിക്കണം, പ്രകൃതിയോട് സംസാരിക്കണം. ഏലിയാവ് ആകാശത്തോടും പ്രകൃതിയോട് സംസാരിച്ചു. പ്രകൃതിയോട് സംസാരിക്കണം. പ്രകൃതിക്ക് ചെവിയുണ്ട്, പ്രകൃതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിവുണ്ട്. നമ്മുടെ വിചാരം നമുക്ക് മാത്രമേ വിവരമുള്ളെന്നാണ്. അല്ല, ദൈവം സൃഷ്ടിച്ച സകലത്തിനും വിവരമുണ്ട്. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് മേയും. ഒരു പാമ്പിൻ്റെ അണലിയുടെ പൊത്തിൽ ഒരു കൊച്ചുകുട്ടി കൈയിടും. എന്താണ്? അന്ന് സൃഷ്ടിയെല്ലാം രൂപാന്തരപ്പെട്ട് നല്ല പിള്ളേരായി മാറും. സിംഹം ആരെയും പിടിച്ചുകൊണ്ട് പോകില്ല, ആടിൻ്റെ കൂടെ നിന്ന് മേയുമെന്ന്. പാമ്പ് അന്ന് പത്തി വിടർത്തി കൊത്തില്ല, പാമ്പിൻ്റെ മാളത്തിൽ കൈയിടാം. 1000 ആണ്ട് വാഴ്ച സൃഷ്ടികൾക്കെല്ലാം മാറ്റം വരുന്ന കാലമാണ്. പ്രകൃതി തന്നെ മാറും. അതാണ് യേശുവിൻ്റെ ഭരണകാലം. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ദൈവമക്കൾക്ക് ദൈവം കൂടുതൽ കൃപ തരട്ടെ. ഈ സത്യങ്ങൾ നിങ്ങളെ സ്വതന്ത്രമാക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ സ്വർഗീയ മർമ്മങ്ങൾ, അതിൻ്റെ കലവറകൾ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവരുടെ ജീവിതം വലിയ നന്മകൾ കൊണ്ട് നിറയട്ടെ. ഈ വെളിപ്പാടുകൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. മറനീക്കി അവരെ കാണിച്ചു കൊടുക്കണമേ. വെളിപ്പാടിൻ്റെ കലവറകൾ അവർക്ക് തുറക്കണമേ. പ്രകൃതിക്ക് പോലും കാര്യങ്ങൾ വിവേചിക്കാൻ കഴിവുണ്ടെങ്കിൽ ദൈവമക്കളായ ഞങ്ങൾ എത്രയധികം വെളിപ്പാടുള്ളവരായിരിക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കും. ആത്മകണ്ണിനെ തുറക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ മർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാപിക്കാൻ യേശു നമ്മെ സഹായിക്കട്ടെ. നാളെ പുതിയൊരു മാസത്തിൽ നമുക്ക് ഒരുമിച്ച് പുതിയ പഠനങ്ങൾ ആരംഭിക്കാം. ഗോഡ് ബ്ലസ് യു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ.
നിൻ സ്നേഹ